നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. US UK വാണിജ്യ കപ്പലുകളും സൂയസ് കനാലിൽ തടഞ്ഞതായി ഹൂതികൾ വീണ്ടും ആവർത്തിക്കുകയാണ്. നേരത്തെ ഇസ്രയേലിലേക്കുള്ള വാണിജ്യ കപ്പലുകൾ മാത്രമാണ് തടഞ്ഞിരുന്നത്. ഇന്നു മുതൽ US UK കപ്പലുകളും ചെങ്കടൽ മുറിച്ചുകടക്കാൻ അനുവദിക്കില്ല എന്ന യമൻ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ മുഹമ്മദ് അൽ ബുഹൈതി പറഞ്ഞു. അതിനിടെ തുടർച്ചയായ രണ്ടാം ദിവസവും US യമനിൽ ആക്രമണം നടത്തി. സൻആയിലെ നിരീക്ഷണ റഡാറുകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് US സേന അറിയിച്ചു. സനായിലെ വ്യോമതാവളത്തിന് നേരെയും തീരദേശ നഗരമായ ഹുദൈദയിലും ആക്രമണം നടന്നതായാണ് റിപ്പോർട്ടുകൾ. സനായിൽ US ഇന്ന് നടത്തിയ ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ല എന്ന് ഹൂതി ഡെപ്യൂട്ടി ഇൻഫർമേഷൻ സെക്രട്ടറി നസറുദ്ദീൻ അമീർ പറഞ്ഞു. ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് USഉം ബ്രിട്ടനും യമനിൽ സംയുക്ത ആക്രമണം നടത്തുന്നത്. ഗസയിൽ നിന്ന് തങ്ങളെ ഒഴിപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്നും ഒരാൾക്കും അതിന് കഴിയില്ല എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ 100ാം ദിവസം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹമാസിനെതിരെ വിജയം നേടും വരെ ഗസയിലെ യുദ്ധം തുടരുമെന്നും നെതന്യാഹു പറഞ്ഞു. അന്താരാഷ്ട്ര നീതിന്യായ കോടതി തിന്മയുടെ അച്ചുതണ്ടിനോ തങ്ങളെ തടയാനാവില്ല എന്ന് നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഗസയിലെ ഇസ്രായേൽ വംശഹത്യക്കെതിരെ ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വാദം പുരോഗമിക്കുകയുമാണ്. ഇത് പരാമർശിച്ചതായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. വിജയമുണ്ടാവുന്നതുവരെ യുദ്ധം തുടരേണ്ടത് അനിവാര്യമാണ്, തങ്ങളത് ചെയ്യുമെന്നും നെതന്യാഹു പറഞ്ഞു. ഗസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിലൂടെ ഹമാസിന്റെ ഭൂരിപക്ഷം ബറ്റാലിയനുകളും തകർക്കാൻ സാധിച്ചുവെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. എന്നാൽ വടക്കൻ ഗസയിൽ വിന്യസിക്കപ്പെട്ട സൈനികർക്ക് ഇപ്പോൾ വീടുകളിലേക്ക് മടങ്ങാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വടക്കൻ ഗസയിൽ ഇപ്പോഴും അപകടം നിലനിൽക്കുന്നുണ്ട്, അത് ഇല്ലാതാവേണ്ടതുണ്ട് എന്നും നെതന്യാഹു വ്യക്തമാക്കി. ഗസയിൽ യുദ്ധം 100 ദിവസം പിന്നിടുമ്പോൾ കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണം 10,000 കവിഞ്ഞിരുന്നു. ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേൽ സേന അഴിച്ചുവിട്ട മാരക ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ 40% പേർ കുട്ടികളുമാണ്. കാണാതായവരും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിയവരും വേറെയുമാണ്. മരണം സ്ഥിരീകരിക്കാത്തതിനാൽ ഇവരെ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല.